ഒരു കുട്ടി ജനിച്ചാൽ നമ്മൾ പല ആളുകളും അശ്രദ്ധമായി പോകുന്ന 11 കാര്യങ്ങളുണ്ട്. ഒരു കുട്ടി ജനിച്ച ഉടൻ തന്നെ ചെയ്യേണ്ട 11 സുന്നത്തുകൾ. ഈ സുന്നത്തുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചാൽ, അത് ആണുങ്ങളും പഠിക്കണം പെണ്ണുങ്ങളും പഠിക്കണം. പഠിച്ചു വെച്ചാൽ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മക്കൾക്കോ നമുക്ക് ചെയ്യേണ്ടി വന്നാൽ വളരെ എളുപ്പമാണ്. പല ആളുകൾക്കും അറിയില്ലാത്ത ഈ 11 സുന്നത്തുകൾ ഏതൊക്കെയാണെന്ന് വിശദമായി വ്യക്തമായി നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു മേഖലയാണല്ലോ ഈ പ്രസവാനന്തരം ഒരു കുട്ടിയെ നമ്മുടെ കൈകളിലേക്ക് കിട്ടിയാൽ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമികപരമായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് പല ആളുകൾക്കും അറിയാം, എന്നാൽ അറിയില്ല. എന്ത് ചെയ്യണം, ബാങ്ക് വിളിക്കണം, ഇക്കാമത്ത് കൊടുക്കണം എന്നൊക്കെ അറിയാം, പക്ഷെ അതിൻ്റെ വ്യക്തമായ രൂപരേഖ പല ആളുകൾക്കും അറിയില്ല. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി ജനിച്ച് ആ കുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്യേണ്ട 11 തരത്തിലുള്ള സുന്നത്തുകൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വ്യക്തമായി വേഗത്തിലൊന്ന് പറഞ്ഞു പോവുകയാണ്. ആദ്യം തന്നെ ഒരു കുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ നമ്മുടെ ഭാര്യക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരിക്ക് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളിൽ ആർക്കെങ്കിലും ഒരു കുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ ആദ്യം പ്രത്യേകിച്ച് ആ കുട്ടിയുടെ പിതാവ് എന്ന നിലയിൽ ആ പുരുഷനും അതുപോലെ തന്നെ മറ്റു ബന്ധുമിത്രാദികളും ഒരു കുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ ആദ്യം പറയേണ്ട വാക്ക് അൽഹംദുലില്ലാ എന്ന വാക്കാണ്. ഇനി പറയുന്ന ഈ 11 കാര്യങ്ങളും ചെയ്യൽ നിർബന്ധമാണ്. ഉസ്താദ്, ഈ 11 കാര്യങ്ങൾ ഞങ്ങൾ എങ്ങനെ ചെയ്യും? ഒരു കുട്ടി ജനിച്ച ഉടനെ എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ എല്ലാവരും പ്രസവിക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ആയിരിക്കും അല്ലെങ്കിൽ പ്രസവമായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഈ 11 കാര്യമൊക്കെ എങ്ങനെ ചെയ്യും എന്ന് ബേജാറടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇൻഷാ അല്ലാഹ് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത്രേ ഉള്ളോ എന്ന് നമുക്ക് തോന്നും. ഇൻഷാ അല്ലാഹ് അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് ആദ്യമായി അൽഹംദുലില്ലാ എന്ന അള്ളാഹുവിൻ്റെ ഒരു സ്തുതിയുടെ വാക്യം പറയണം. കാരണം വിവാഹം കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ട്. അപ്പൊ അവർക്കൊന്നും അല്ലാഹു തആല കൊടുക്കാത്ത ഒരു അനുഗ്രഹം നമുക്ക് നൽകി. അതുകൊണ്ട് എന്ത് പറയണം? അത് ആണാവട്ടെ പെണ്ണാവട്ടെ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ഒരു കുട്ടി ജനിച്ചു എന്ന വാർത്ത കേട്ടാൽ അത് കേട്ട ആളുകൾ പറയേണ്ടത് അൽഹംദുലില്ലാ എന്ന വാക്കാണ്. രണ്ടാമതായി ചെയ്യേണ്ട അതിപ്രധാനമായ ഒരു സുന്നത്ത്, ആ കുട്ടിയെ നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ, ഇപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞ് സിസ്റ്റർമാർ എന്ത് ചെയ്യും? അവിടുത്തെ നേഴ്സുമാർ കുട്ടിയെ എടുത്തു കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലേക്ക് തരും. രക്ഷിതാവിൻ്റെ കയ്യിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മയുടെ ഒക്കെ കയ്യിൽ ആരാണോ അവിടെ ഉള്ളത് അവരുടെ കയ്യിലേക്ക് തരും. ആ സമയത്ത് അവിടെ ഉള്ളവർ ആരാണോ അവർ, കാരണം കുറച്ച് സമയം നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ആ കുട്ടിയെ തരുള്ളൂ ആ ഒരു സമയത്ത്. കാരണം ഹൈന്ദവരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും മുസ്ലിമീങ്ങളാണെങ്കിലും ആ കുട്ടിയെ ആദ്യം കയ്യിലേക്ക് കിട്ടുമ്പോൾ അവരുടേതായ ചില ആരാധന വചനങ്ങൾ പറയുന്ന പതിവ് എല്ലാ മതത്തിലുമുണ്ട്. അപ്പോൾ അത് നിർവഹിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഒരു അല്പസമയം നമ്മുടെ കയ്യിലേക്ക് കുട്ടിയെ തരും. ആ സമയത്ത് നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, ആ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. അപ്പോൾ ഉസ്താദേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആണുങ്ങൾ ആരുമില്ലെങ്കിൽ ആരും വേണ്ട, ആണുങ്ങൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉമ്മമാരെ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉമ്മയായിരിക്കും അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മയായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് ആരാണോ പെണ്ണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങൾ, ഇനി ആണുങ്ങൾ ഉണ്ടെങ്കിൽ അവർ കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും കൊടുക്കാം. വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. അതാരും മറന്നു പോകരുത്. ഇങ്ങനെ ബാങ്കും ഇഖാമത്തും കൊടുത്താലുള്ള ശ്രേഷ്ഠത എന്താണ്? 4 ഗുണങ്ങൾ മഹാന്മാർ പറഞ്ഞു തരുന്നു. ഒന്നാമത്തേത്, ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടിക്ക് അള്ളാഹുവുമായിട്ടുള്ള ബന്ധമുണ്ടാകും, അവനിക്ക് ഈമാൻ വർദ്ധിക്കും. അതുപോലെ ഫിക്സ് രോഗം, അതുപോലെ മറവി രോഗത്തെ തൊട്ട് അള്ളാഹുവിന്റെ വലിയ കാവലുണ്ടാകുമെന്നൊക്കെ മഹാന്മാരായ ഉലമാക്കൾ ബാങ്കും ഇഖാമത്തും ഒരു കുട്ടിയുടെ ചെവികളിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലമായി, കിട്ടുന്ന നേട്ടമായി, മഹത്വമായി പറഞ്ഞു തരുന്നുണ്ട്. ഇനിയോ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, പറ്റുമെങ്കിൽ ആ സമയത്ത് നമുക്ക് പറ്റുമെങ്കിൽ സൂറത്തു ആലി ഇമ്രാനിന്റെ 36ാമത്, പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ ഇത് പഠിച്ചു വെക്കണം. സൂറത്തു ആലി ഇമ്രാനിന്റെ 36ാമത്തെ ഒരു ആയത്തുണ്ട്. ഹന്നാ ബീവി റളിയല്ലാഹു തആല അൻഹ അവരുടെ മകളായ മറിയം ബീവി ജനിച്ചപ്പോൾ ആ മറിയം ബീവിയുടെ ചെവിയിൽ, വലത് ചെവിയിൽ പറഞ്ഞ ഒരു ആയത്തുണ്ട്. ഏതാണ് ആയത്ത്? സൂറത്തു ആലി ഇമ്രാനിന്റെ 36ാമത്തെ ആയത്ത്.
ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം എന്ന ആ ഒരു ചെറിയൊരു ആയത്ത്, 36-ാമത്തെ ആയത്ത് സൂറത്തു ആലി ഇംറാൻ, ഇന്ന് തന്നെ മറിച്ചു നോക്കി അതൊന്ന് മനഃപ്പാടമാക്കി വെക്കുക. അതെന്താണ്? പിശാചിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ആ ആയത്ത് ആ കുട്ടിയുടെ വലത് ചെവിയിൽ ഓതൽ പ്രത്യേകം സുന്നത്താണ്. 4-മതായി ആ കുട്ടിയുടെ വലത് ചെവിയിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതണമെന്നാണ്. ആ കുട്ടിക്ക് ഈമാൻ വർദ്ധിക്കുമെന്നാണ്. ഈമാൻ വർദ്ധിക്കും, നല്ല കുട്ടിയായി മാറും. വലത് ചെവിയിൽ ഇഖ്ലാസ് സൂറത്ത് ഓതണം. അതുപോലെ 5-മതായി ശ്രദ്ധിക്കേണ്ടത് വലത് ചെവിയിൽ തന്നെ സൂറത്തുൽ ഖദർ, സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന സൂറത്തുൽ ഖദർ നമ്മൾ പാരായണം ചെയ്താൽ, ഒരു കുട്ടി ജനിച്ചിട്ട് ആ കുട്ടിയുടെ വലത് ചെവിയിൽ സൂറത്തുൽ ഖദർ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം, ആ കുട്ടി മദ്യപാനിയാവില്ല, ജീവിതത്തിൽ മദ്യം കുടിക്കില്ല, അസാൻമാർഗിക പ്രവർത്തനങ്ങളിലേക്ക് പോവില്ല, മറ്റ് അശ്ലീല പ്രവർത്തനങ്ങളിലേക്ക് പോവില്ല. ശ്രദ്ധിച്ചു വെക്കണേ, ഇന്നത്തെ കാലം വളരെ മോശമാണ്. അതുകൊണ്ട് ഈ ഒരു സുന്നത്തായ കാര്യം മറന്നു പോവണ്ട. വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. അതുപോലെ തന്നെ സൂറത്തു ആലി ഇംറാനിന്റെ 36-ാമത്തെ ആയത്തോതണം. അതുപോലെ തന്നെ വലത് ചെവിയിൽ നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. അതുപോലെ വലത് ചെവിയിൽ സൂറത്തുൽ ഖദർ ഓതാൻ മറന്നു പോവണ്ട. പിന്നെ 6-മതായി ചെയ്യേണ്ട ഒരു പരിപാടി പൊക്കിൽ കൊടി മുറിക്കലാണ്. അത് നമ്മൾ ചെയ്യേണ്ട, അതിപ്പോ നഴ്സുമാർ തന്നെയാണ് ചെയ്യാറ്. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ വീടുകളിൽ പ്രസവിച്ച് പോയാൽ അല്ലെങ്കിൽ പ്രസവം നടന്നാൽ നമ്മൾ എന്താണ്, അവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാം, ഇതൊരു ചര്യയായി നമ്മൾ കൊണ്ടു നടക്കുന്നതാണെങ്കിലും ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ആ കുട്ടിയുടെ പൊക്കിൾ മുതൽ ഒരു 4 വിരൽ, കുട്ടിയുടെ പൊക്കിൾ മുതൽ 4 വിരൽ കഴിഞ്ഞിട്ടാണ് മുറിക്കേണ്ടത്. 4 വിരലിന്റെ ഇപ്പുറം വെച്ച് മുറിച്ചാൽ കുട്ടിക്ക് വേദന ഉണ്ടാകും. അപ്പൊ കുട്ടിയുടെ വയറിൽ നമ്മൾ കൈവച്ചിട്ട് ഈ 4 വിരൽ കഴിഞ്ഞിട്ടായിരിക്കണം പൊക്കിൾ കൂടി മുറിക്കേണ്ടത്. ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ 7-മത്തേത് നല്ല പേര് ആ സമയത്ത് കുട്ടിയെ വിളിക്കണേ. ആൺകുട്ടിയാണെങ്കിൽ മോനെ അബ്ദുല്ലാ, അല്ലെങ്കിൽ മോനെ അബ്ദുറഹ്മാൻ, അല്ലെങ്കിൽ മോനെ മുഹമ്മദേ എന്ന് വിളിക്കൽ സുന്നത്താണ്. പെൺകുട്ടിയാണെങ്കിൽ ഫാത്തിമ എന്ന് വിളിക്കലും ആ സമയത്ത് അങ്ങനെ വിളിക്കൽ സുന്നത്താണ്. നമുക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി പുറത്തു വരുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ കാലത്ത് പേര് അവിടെ കൊടുക്കണമെന്ന് പല ഡോക്ടർമാരും അല്ലെങ്കിൽ പല ഹോസ്പിറ്റലും പറയുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പേരൊക്കെ തിരഞ്ഞെടുത്തിടാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കുട്ടിയെ കാണുമ്പോൾ, കുട്ടിയുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമ്മൾ പേര് വിളിക്കണം. ആ പേര് ഇങ്ങനത്തെ പേരാവൽ പ്രത്യേകം സുന്നത്താണ്. 8-മതായി നമ്മൾ ചെയ്യേണ്ട ഒരു സുന്നത്ത് മധുരം തൊട്ടു കൊടുക്കലാണ്. കാരക്കയോ ഈത്തപ്പഴമാണ് ഏറ്റവും ഹൈർ, ഈത്തപ്പഴം. ആ കൂട്ടത്തിൽ നിസ്കാരവും നോമ്പൊക്കെ കൃത്യമായിട്ടുള്ളതാരാണോ, അവിടുത്തെ വാപ്പയാണെങ്കിൽ വാപ്പ, അല്ലെങ്കിൽ ഉമ്മയാണെങ്കിൽ ഉമ്മ, ഭാര്യയുടെ ഉമ്മയാണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മയാണെങ്കിൽ അവർക്ക് നിസ്കാരമുള്ളവരാരാണോ അവർ കൊടുത്താൽ മതി. നോമ്പുള്ളവർ കൃത്യമായി ഇബാദത്ത് ചെയ്യുന്ന നല്ല സ്വാലിഹീങ്ങളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ആ ഈത്തപ്പഴം എടുത്ത് വായിലൊന്ന് ചവച്ചിട്ട് ഒരു നീര് രൂപത്തിലാക്കിയിട്ട് അതിന്റെ വായിലൊന്ന് തൊട്ടുകൊടുക്കുക. അതും പ്രത്യേകം സുന്നത്താണ്. സ്വാലിഹീങ്ങളായ ആളുകൾ ചെയ്യണം. കാരണം ആ കുട്ടിയുടെ ആദ്യമായി വയറ്റിലേക്ക് പോകുന്ന ആ ഉമിനീര് അതൊരു സ്വാലിഹായ മനുഷ്യന്റേതാണെങ്കിൽ അവന്റെ നല്ല സ്വഭാവങ്ങൾ ആ കുട്ടിക്കുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 9-മത്തെ സുന്നത്ത് അഖീഖ അറുക്കലാണ്. ഇൻഷാല്ലാ അഖീഖയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. അതിന്റെ വിശദീകരണമായി നമുക്ക് മറ്റൊരു വീഡിയോ പറയാം. ഇതിപ്പോ ഓടിച്ച് പറഞ്ഞു പോവുകയാണ്. ഒരു കുട്ടി ജനിച്ചാൽ ചെയ്യേണ്ട 9-മത്തെ സുന്നത്തായ കാര്യം അഖീഖ അറുക്കലാണ്. അത് 7-മത്തെ ദിവസം അറുക്കാം, അല്ലെങ്കിൽ 14-മത്തെ ദിവസം, അല്ലെങ്കിൽ 21-മത്തെ ദിവസമൊക്കെ നമുക്ക് അറുക്കാവുന്നതാണ്. അഖീഖ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ നല്ല ജീവിതത്തിന് വേണ്ടി, നല്ല സ്വലാഹിയത്തിന് വേണ്ടി ഒരു ആടിനെയോ ഒരു മാടിനെയോ ഒരു ഒട്ടകത്തെയോ അറുത്തു കൊടുക്കലാണ്. പല ആളുകളും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ 1-മത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ അറുത്തു കൊടുക്കും, 2-മത്തെ കുട്ടിക്കോ 3-മത്തെ കുട്ടിക്കൊന്നും ഇങ്ങനെ അറുക്കൂല, അക്കീക്ക അറുക്കൂല. അങ്ങനെയല്ല, ഓരോ കുട്ടി ഉണ്ടാകുമ്പോഴും ഓരോ കുട്ടിക്ക് വേണ്ടിയും അക്കീക്ക അറുക്കൽ പ്രത്യേകം സുന്നത്താണ്. ആൺകുട്ടിയാണെങ്കിൽ 2 ആട്, ആടിനെയാണ് നമ്മളിപ്പോൾ അക്കീക്ക അറുക്കുന്നതെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ 2 ആട് ആവൽ നല്ലതാണ്, സുന്നത്താണ്. പെൺകുട്ടിയാണെങ്കിൽ 1 ആട് ആവലും സുന്നത്താണ്. ഇനി മാടാണെങ്കിൽ 1 മാട് മതി. പോത്തു, കാള, എരുമയൊക്കെ ആണെങ്കിൽ 1 മതിയാകുന്നതാണ്. അതിന്റെ വിശദീകരണം ഇൻഷാല്ലാ മറ്റൊരവസരത്തിൽ നമുക്ക് വിശദമായിട്ട് പറയാം. 10-മത്തേത് മുടി കളയലാണ്. 7-മത്തെ ദിവസം മുടി മുഴുവനും മുറിച്ച് കളയലാണ്. ആ വടിച്ച മുടി മുഴുവനും എടുത്ത് ഒന്ന് തൂക്കി നോക്കുക.
തൂക്കി നോക്കുമ്പോൾ ചിലപ്പോൾ 1, 2, 3 ഒക്കെ ഗ്രാമേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, തൂക്കമുണ്ടാകൂ. ആ ഗ്രാമിനനുസരിച്ച് സ്വർണമോ വെള്ളിയോ മറ്റുള്ളവർക്ക് സ്വതക്കാ കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ്. 11ാമത്തെ സുന്നത്ത്, ഒരാൾക്കൊരു കുട്ടി ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിഞ്ഞാൽ നമ്മുടെ അനുജന്, നമ്മുടെ ജ്യേഷ്ഠന്, അല്ലെങ്കിൽ നമ്മുടെ പെങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഒരു കുട്ടി ജനിച്ചു, അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ഒരു കുട്ടി ജനിച്ചു എന്ന് നമ്മളോട് പറയപ്പെട്ടാൽ, നമ്മൾ അറിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി ദുആരക്കണം. അല്ലാഹുവേ, ആ കുട്ടിയെ നീ സ്വാലിഹീങ്ങളാക്കണേ, ആ കുട്ടിയെ നീ നല്ല മോനാക്കണേ, നല്ല മോളാക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യലും പ്രത്യേകം സുന്നത്താണ്. തുടങ്ങി 11 സുന്നത്തുകൾ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒരു കുട്ടി ജനിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 11 കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടത് കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും. ആ ബാങ്ക് ഇക്കാമത്തൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. കാരണം ബാങ്ക് ഇക്കാമത്തൊക്കെ ചിലപ്പോൾ ഞാൻ കൊടുക്കേണ്ടി വരില്ല, അത് ആണുങ്ങളല്ലേ കൊടുക്കേണ്ടി വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ പ്രസവിക്കുന്ന സമയത്ത് ആണുങ്ങൾ അവിടെ ആരില്ലെങ്കിലും ചിലപ്പോൾ നേഴ്സുമാർ കൊണ്ടുവന്ന് ഉമ്മമാരുടെ കയ്യിലേക്കായിരിക്കും തരുക. അപ്പോൾ എൻ്റെ ഉമ്മമാരെ ബാങ്കൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ, ഇക്കാമത്തും പഠിച്ചു വെച്ചോ. അല്ലാഹു തആല ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ 11 കാര്യങ്ങളും പ്രത്യേകിച്ച് ബാങ്ക് ഇക്കാമത്തും ആ സൂറത്തുൽ ഖദറും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ ഓതി നല്ല പേര് വിളിച്ചൊക്കെ നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി ചെറുപ്പത്തിലെ വളർത്തിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളായി നമ്മുടെ മക്കൾ മാറും. അല്ലാഹു തആല അത്തരത്തിൽ നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി വളർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നാളെ നമ്മളൊക്കെ മരണപ്പെട്ട് ഖബറാകുന്ന ലോകത്ത് ചെല്ലുമ്പോൾ അവിടെയും അല്ലാഹു നമുക്ക് എല്ലാവിധ സമാധാനങ്ങളും ഖൈറാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല അവർക്കും നമുക്കുമൊക്കെ ഒരുപാട് വട്ടം ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ.